ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ന് എന്നെ ഒരു ചാനലിൽ നിന്നും ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഞാൻ എന്താണെന്നറിയോ സൗണ്ട് കുറവാക്കി സംസാരിക്കുന്നത്. ഇത് ഇക്കാക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ചാനലുകാർ വന്നതും ഇൻ്റർവ്യൂ ചെയ്തതും ചാനലിൽ എൻ്റെ വീഡിയോ വരാൻ പോകുന്ന ഒന്നും ഇക്കാക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതാണ് ഞാൻ ഇടാൻ പോകുന്നത് ഈ വീഡിയോയിൽ. രാവിലെ നേരത്തെ എണീറ്റ് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് അതിനൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഒക്കെ ഒന്ന് പറയുക, ഇങ്ങനത്തെ ചാനലുള്ള കാര്യം പറഞ്ഞ് അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ നനച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ രാവിലത്തെ റൊട്ടീനാണ്. ഡെയിലി ഇതുപോലെയല്ല, ഒരു വീക്ക്ലി 3 ഡേയ്സ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും സീഡ്സ് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കുന്നത് സൺഫ്ലവർ സീഡാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർ എണീറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സൈലൻ്റായിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ ഓരോന്നായിട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സൺഫ്ലവർ സീഡ് നമ്മൾ വീക്ക്ലി ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. സൺഫ്ലവർ സീഡ് തന്നെ വേണമെന്നില്ല, ഏത് സീഡായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ലെമൺ ഹണി ടീ ആണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. രാവിലെ ഇപ്പോൾ സൺഫ്ലവർ സീഡ് കഴിക്കുന്നതിനൊപ്പം തന്നെ ലെമൺ ഹണി ടീയും കൂടെ കുടിക്കുക. വെറും വയറ്റിൽ കുടിക്കുക, അതിന് ശേഷം സീഡ് കഴിക്കുക. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. അതായത് ജീവിക്കുന്ന കാലത്തോളം ഹെൽത്തി ആയിട്ട് ജീവിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അധികം അസുഖങ്ങളൊന്നും വരാതെ നോക്കുന്നതല്ലേ നല്ലത്, പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ട്. ലെമണൊക്കെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വേറെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കയറി നോക്കുക. ഇനി സീഡ് ഇത് പൊളിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫുള്ള പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പൊട്ടിച്ച് കിട്ടും, അത് വാങ്ങാനാലും മതി. അപ്പം നമുക്ക് വീടൊക്കെ ഒന്ന് നല്ല സ്മെല്ലായിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ക്യാൻഡിലൊന്ന് കത്തിച്ച് വയ്ക്കുന്നുണ്ട്. ഡെയിലി കുറച്ച് നേരം കത്തിക്കുള്ളൂ, ഫുൾ ടൈമൊന്നും വെക്കില്ല. അപ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ. ഹോള് മൊത്തത്തിൽ നല്ലൊരു മണം കിട്ടും. എല്ലാവരും എണീക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഫ്രഷായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. ഇക്കൊക്കെ അറിയില്ലല്ലോ ഈ സംഭവം. മുമ്പ് ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ മീഡിയയിലൊക്കെ വരും, ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ എന്നെ ആൾക്കാർ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർ വരുന്നോ ഇൻ്റർവ്യൂ ചെയ്യുന്നോ ഒന്നും ഇക്കൊക്കെ അറിയില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം ഞാനൊരു 3 പ്രാവശ്യം ഇതേപോലെ റെഡിയായി ഒക്കെ ചെയ്തിട്ട് മിസ്സായ ദിവസമാണ്. അവർ വരാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് മുടങ്ങി പോകുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ബിസി ആയിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വരും എന്നുള്ളൊരു ഉറപ്പിൽ വീണ്ടും ഞാൻ റെഡിയാവുന്നുണ്ട്. മേ ബി ലാസ്റ്റ് സമയം റെഡി ആയിട്ടൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലാസ്റ്റ് സമയത്ത് നടക്കില്ല എന്നും പറയാനും ചാൻസ് ഉണ്ട്. എന്നാലും ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വീടിൻ്റെ ഹാളിൽ ഒരു സൈഡിൽ കോർണറിലായിട്ട് വെച്ചിരിക്കുന്ന പാം ട്രീ ആണ്. നല്ല രസമാണ് കേട്ടോ. വീടിനകത്ത് നമുക്ക് ഓക്സിജൻ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഓരോന്നാക്കി സെറ്റാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾ എനിക്ക് മുമ്പൊക്കെ ഒക്കെ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്ക്രീന് മെല്ലെ താഴ്ത്തി വിടാമെന്ന് വിചാരിച്ചു റൂമിൽ. കാരണം അതിൻ്റെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ സ്ക്രീനൊക്കെ പതിയെ ഒന്ന് താഴ്ത്തി കൊടുക്കുകയാണ്.
പിന്നെ രാത്രി കഴിച്ച പാത്രങ്ങൾ കുറേശ്ശെയൊക്കെ രാത്രി തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടന്നു കഴിഞ്ഞാലും ഇക്ക കുറച്ച് പാത്രങ്ങളൊക്കെ ആക്കി വയ്ക്കും, അതും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ കുട്ടികൾ എണീക്കുമ്പോഴേക്കും ഏകദേശം ആറിയിട്ടുണ്ടാവുമല്ലോ അവർക്ക് കുടിക്കാൻ. പിന്നെ രാത്രി അത്യാവശ്യം ബേബി പ്രോഡക്ട്സ് ഒക്കെ വലിച്ച് വാരിയിടും നമ്മുടെ ഷേസ് കുട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണം. നമ്മുടെ ടി വിയിൽ ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് മാത്രമേ ഇക്കാക്ക് ഈ സർപ്രൈസ് അറിയുള്ളൂ കേട്ടോ. അതുവരെയും അറിയില്ല. ഞാൻ ഈ വീഡിയോ ഡബ് ചെയ്യുന്ന സമയത്ത് പോലും ഇക്കാക്ക് അറിയില്ല. അപ്പോൾ ഇക്കയുടെ റിയാക്ഷൻ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ 100K ആവാണ്ട് ഇക്ക സമ്മതിക്കില്ല ചാനലിലോട്ട് വരാൻ. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി ഹെൽത്തി ഡ്രിങ്കായിട്ട് ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ചിയാ സീഡിൻ്റെ വാട്ടറാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് നമ്മുടെ താമരക്കുരു ആണ്. അതാണ് കേട്ടോ ഇന്ന് കഴിക്കുന്നത്. ലോട്ടസ് സീഡ് ഒന്ന് പൊരിച്ച് വെച്ചതാണ്. പിന്നെ ഇന്ന് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ വന്ന ഗിഫ്റ്റാണ്. കുറച്ച് മഫ്തകൾ ഷോളൊക്കെയാണ്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അത് വേറൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് അത് ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ല സാധനമാണെന്നാണ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ നമുക്കത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നോക്കാം കേട്ടോ. പിന്നെ ഇത് മൈലാഞ്ചി എനിക്ക് അയച്ചെന്നാണ്. ഹെന്ന, അതായത് ഹോം മെയ്ഡാണ്, ഓർഗാനിക്കാണ്, നല്ല ഹെന്നയാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ഇട്ട് നോക്കി നന്നായിട്ട് ചോന്നിട്ടുണ്ട്, അടർന്ന് പോകുന്നൊന്നുമില്ല. ഇവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അവരായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സാധനമാണ് കേട്ടോ, നന്നായിട്ട് ചോന്നിട്ടുണ്ട്. ഹലാലാണ്, നമുക്ക് നിസ്കരിക്കാനും ഒക്കത്തിനും കൂടും കേട്ടോ. പിന്നെ കുട്ടികളെ എണിക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എനിക്ക് നിസ്കരിക്കണം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാണ്. എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇക്ക കേൾക്കാതിരിക്കാനും വേണ്ടിയിട്ട് സൗണ്ട് കുറച്ച് പറഞ്ഞതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര രാവിലെ തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എണിക്കാറില്ല. അപ്പോൾ ഇക്ക ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെന്ന് നേരത്തെ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ഇടണം, അതിന് വേണ്ടിയിട്ട് റെഡി ആയതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് ജ്യൂസ് ആക്കാനായിട്ട് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോൻ എണിച്ചിട്ടുണ്ട്. അപ്പോൾ അവനുള്ള കുറുക്കും കൂടെ റെഡിയാക്കുകയാണ്. അവനെ എല്ലാവരും ഇന്ന് നേരത്തെ ഒക്കെ റെഡിയാക്കിയിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് നിർത്തണം. എങ്കിൽ അവർ 10:30 വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുഴുക്കി എനിക്കെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. കുട്ടികളെയും കൂടി ചിലപ്പോൾ ഷൂട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒക്കെ അവരെയും കൂടി റെഡിയാക്കാനായിട്ട് ഓരോരുത്തരായിട്ട് എണിപ്പിക്കുകയാണ്. അപ്പോൾ മോന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതായിട്ട് ഷേസ് കുട്ടിക്കാണ് കൊടുക്കാനുള്ളത്. Good morning. Good morning, Pare. Good morning. Good morning, Pare. Good morning. അപ്പം ഞാൻ ഇനി അടുത്തത് നമ്മുടെ ചുച്ചൂക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവളുടെ പുറകെ നടന്ന് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ട് ഞാൻ ചോക്ലേറ്റ് ദോശ, മിനി ദോശയാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ അവൾ ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഴിച്ചോളും, എനിക്ക് പുറകെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഒരു കരണ്ടി മാവ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ചിലർ ചോദിക്കാറുണ്ട് കൊക്കോ പൗഡറൊക്കെ ചോക്ലേറ്റൊക്കെ കുട്ടികൾക്ക് ദോഷമല്ലേന്ന്. ഒരിക്കലല്ല, കൊക്കോ പഴത്തിൻ്റെ കുരു എന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പം ഞാൻ ഹെർഷ്യസാണ് ഇട്ടത്, നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ മിനി ദോശ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അവൾ ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഴിച്ചോളൂ, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കറി വേണമെന്ന് നിർബന്ധമില്ല, അതിൽ തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഷേസ് കുട്ടിക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ടേസ്റ്റ് ഉണ്ടാ? മെല്ലെ മെല്ലെ തിന്നു, താഴത്തെ.
മെല്ലെ മെല്ലെ. അപ്പോൾ ചുച്ചുക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി മോനെ ഞാൻ കുളിപ്പിച്ചു. അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞതാണല്ലോ, അപ്പോൾ മോനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷേസുകുട്ടീനെയും കൂടെ കുളിപ്പിച്ച് റെഡിയാക്കാനുണ്ട്. ചുച്ചുക്ക് ഡ്രസ് ഇടണ്ടേ? റെഡിയായി. സോ സ്വീറ്റ്. നോക്കട്ടെ. ഓനൂസ് നന്നായി ഉറങ്ങിയിട്ടുണ്ട്. അമ്മേ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. അവർ വരുമ്പോഴേക്കും ഇക്ക പോകുന്നു നോക്കിയപ്പോൾ ഇക്കാണെങ്കിൽ ഇന്ന് പോകുന്നേ ഇല്ല. എനിക്കാണെങ്കിൽ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഇക്കാനെ എങ്ങനെയെങ്കിലും വേഗം പോകാൻ വെക്കാനും വേണ്ടിയിട്ട് കുറേ ഞാൻ ട്രൈ ചെയ്തു. അവസാനം ഇക്ക വെക്കണ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ, ഞാൻ ഇന്ന് പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എന്തോ ഭാഗ്യത്തിന് പോയി. 100K ആയാല് ഉറപ്പാണ്. 100K ആയില്ലെങ്കിലോ? 100K ആയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആയേ എങ്ങനത്തെ ആളാണ്? യൂണിയനിലൊക്കെ ഉള്ള ആൾക്കാരാണ്. ചെറുകിട കളിക്കൊക്കെ നിന്ന് കഴിഞ്ഞാല് ഇത് ചെറുകിട കളിയാ. എന്നെ നിങ്ങൾക്ക് പുച്ഛം അല്ലേ? സെക്രട്ടറി ആകുമ്പോഴേ. എന്ത് സെക്രട്ടറി? പള്ളി സെക്രട്ടറി. ജില്ലയുടെ സെക്രട്ടറി യൂണിയൻ ട്രേഡ് ചെറുകുട്ടികളെ പോലെ 2 കയ്യിൽ തിന്നല്ലേ? ട്രേഡ് യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ആണ് ഞാനൊക്കെ. യൂട്യൂബിൽ അടുത്തത് എൻ്റെ പരിപാടി ചിക്കൻ പൊരിച്ച് വെച്ച് ഭയങ്കര ഹാർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആക്കാനും കുറച്ചും കൂടി നമ്മൾ ഈ ഗോബി മഞ്ചൂരിയൊക്കെ കഴിക്കുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് എല്ലാം കൂടി വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ സോസുകളൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കണം. ഇത് കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല ഇടുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊരിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഗ്രേവി പോലെ ഇങ്ങനത്തെ ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ചൈനീസ് ഫുഡിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റാണ് കിട്ടുക. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ശരിക്കും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ. എനിക്ക് ഉച്ചയ്ക്ക് അവർ വന്നു കഴിഞ്ഞാൽ ഈ പണിയൊന്നും നടക്കില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ അവർ വന്നു കേട്ടോ, അവർ വന്നു കഴിഞ്ഞു. അപ്പോൾ റെനക്കുട്ടി ലാപ്ടോപ്പൊക്കെ എനിക്ക് ഓപ്പൺ ചെയ്ത് തരുമായിരുന്നു. ഞാനിപ്പോഴാണ് കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അവർക്കുള്ള ജ്യൂസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അവർക്കാണെങ്കിൽ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു, വേറെ ഏതോ ലൈവ് പ്രോഗ്രാമൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ പെട്ടെന്ന് എനിക്കൊരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഡീൽ ചെയ്തു കേട്ടോ. എന്തായാലും എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ദിവസം ഇതുപോലൊരു ദിവസം വരും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കണ്ടിട്ടുള്ളത് തന്നെയാണ്. എന്നാലും പെട്ടെന്നൊക്കെ ആയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്താ പറയാമെന്ന് പോലും അറിയില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ, ഞാൻ ആഗ്രഹിച്ച പോലെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് നടക്കുന്നുള്ളതിന് വലിയ തെളിവാണ്. നിങ്ങൾക്കും ഇതുപോലെ പല സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നടക്കും. നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക, പ്രവർത്തിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഒരു ദിവസം നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ദിവസം ഇതുപോലെ വന്നെത്തുന്നതാണ് കേട്ടോ. എൻ്റെ ദിവസമാണ് ഇന്നത്തേത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു. അതേപോലെ തന്നെ ഇക്കയുടെ സഹായമൊന്നും ഇല്ലാതെ ഇക്കാക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതും നടന്നിട്ടുണ്ട്. സോ ഭയങ്കര ഹാപ്പിയാണ്. അൽഹംദുലില്ലാ, പഠിച്ചവന് എല്ലാവിധ സ്തുതിയും ഉണ്ട്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാലും
പിന്നീട് നമ്മൾ അനുഭവിച്ചതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് സന്തോഷങ്ങൾ തിരിച്ചു കിട്ടും. ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആദ്യം ആരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും പിന്നീട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നല്ല കാര്യമാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം എന്തായാലും വന്നെത്തും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം ഇതേപോലെ ഒരു ദിവസം നടക്കുന്നതായിരിക്കും. അത് നിങ്ങൾ എന്ത് ആഗ്രഹമാണെങ്കിലും ആകട്ടെ കേട്ടോ, അതെന്തായാലും നടക്കുന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. വെറുതെ എന്തെങ്കിലും ബുക്സിൽ വായിച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടല്ല പറയുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഞാൻ ഗോളാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നെ എന്തായാലും TV-യിൽ ഒരു ദിവസം ഇൻ്റർവ്യൂ വരും എൻ്റെ ലൈഫ് എന്നുള്ളത്. ഇതപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തെളിവായിക്കൊണ്ട് ഞാൻ മുന്നിലേക്ക് തന്നിരിക്കുകയാണ്. എല്ലാവരും നോക്കുക. ഇതേപോലെ തന്നെ നിങ്ങളുടെയും ലൈഫിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളുടെയും ലൈഫിൽ ഇതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ദിവസം തീർച്ചയായിട്ടും വന്നെത്തുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹം, ഒരുപാട് സ്നേഹവും സന്തോഷവും എല്ലാം ഞാനിതിലൂടെ അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരുപാട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ആക്ച്വലി എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ ഈ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷമൊക്കെ കിട്ടിയത്. സോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മോട്ടിവേഷൻ ക്ലാസ്സസ് ഇഷ്ടമാവുകയാണെങ്കിൽ കാണുക, മാക്സിമം കാണുക. അധികം ആൾക്കാരിപ്പോൾ കാണാനില്ല, അപ്പോൾ നിങ്ങൾ കാണുക. ആഗ്രഹിക്കുന്നവരുണ്ടാവും, അവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് നമ്മൾ ജ്യൂസ് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി കൊടുക്കുകയാണെന്ന്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പുറത്തേക്കൊക്കെ പോയിട്ട് ഔട്ട്ഡോർ ഷൂട്ടിംഗ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ പോലെ വേറെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര നേരം കഷ്ടപ്പെട്ടതിന് ജ്യൂസ് ഗ്രീൻ ഗ്ലാസ്. ഹേ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അമ്മാനായിട്ട് പോകുന്നത് ഭയങ്കര ഹാപ്പിയാണ്. ഹെയ്സ് വന്നത് തൊട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഒരു 8 മാസമായി പോയിട്ട്. സോ അപ്പോൾ ഞാൻ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെയ്സിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. ഷെയ്സിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ മടക്കും. ഇപ്പോൾ തൽക്കാലം വെക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയും കൂടി വെക്കണം. അമ്മീ ടവൽ വേണ്ടേ? 4 ടവൽ. ഇനിയിപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് റെഡി ആവണം. സോ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ പാക്കിംഗ് ഒക്കെ ഞാൻ ചെയ്തു. ഇത് അമ്മീൻ്റെയും ഇത് എൻ്റെയും നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഹെയർ ക്ലിപ്സ്, ഹെയർ ബാൻഡ്സ് എല്ലാം എടുത്ത് വെക്കണം. പിന്നെ അമ്മിക്ക് വേണ്ടി കുട്ടികളുടെ എല്ലാം എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഡയപ്പർ എടുത്തോണം. അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തലയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷെ ആക്ച്വലി അത് നടന്നില്ല. കുഞ്ഞ് ട്രൈപോഡ് കിട്ടി. മൈക്ക് കാണിക്ക് മൈക്ക് കിട്ടി. മൈക്ക് ട്രൈപോഡ് കിട്ടി. വലുത് വാങ്ങാം, അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. എന്ത് പോണില്ലാന്നാ? സാറില് റന കരയണ്ട മാസ്ക് ഇട്ട് ബാഗ് ഇട്ട്